മനോഹരമായ കടൽ തീരം, മഞ്ഞുമലകൾ അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങൾ കാണാൻ ആളുകൾ യാത്ര പോകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദുരന്തങ്ങൾ നടന്ന സ്ഥലങ്ങളിലേക്കും യുദ്ധഭൂമികളിലേക്കും അപകടങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞ ഇടങ്ങളിലേക്കും ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്നു എന്നറിയാമോ? എന്തുകൊണ്ടാണ് ആളുകൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്? അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡാർക്ക് ടൂറിസം. ഡാർക്ക് ടൂറിസം എന്നത് ദുരന്തങ്ങൾ, യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ ദുഃഖകരമായ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന യാത്രാ രീതിയാണ്. ഇത് വിനോദത്തിനായുള്ള യാത്രയല്ല, ചരിത്രം മനസ്സിലാക്കാനും ആ സംഭവങ്ങളിൽ ജീവൻ നഷ്ടമായവരെ ആദരിക്കാനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുമുള്ള യാത്രയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം സ്ഥലങ്ങൾ ഇന്ന് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ലോകത്തിലെ പ്രശസ്ത ഡാർക്ക് ടൂറിസം കേന്ദ്രങ്ങൾ: ജപ്പാനിലെ ഹിരോഷിമ പീസ് മെമ്മോറിയൽ, പോളണ്ടിലെ ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്, അമേരിക്കയിലെ സെപ്റ്റംബർ 11 മെമ്മോറിയൽ, ഉക്രൈനിൽ ചെർണോബിൽ ആണവ ദുരന്ത മേഖല. ഇവിടങ്ങളിലേക്ക് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. അവർ ഫോട്ടോ എടുക്കാൻ മാത്രമല്ല വരുന്നത്, ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം നേരിട്ട് അനുഭവിക്കാനാണ്. ഈ സ്ഥലങ്ങൾ മനുഷ്യരാശി ചെയ്ത തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. ഇന്ത്യയിലും ഡാർക്ക് ടൂറിസം ഉണ്ടോ? അതെ, ഇന്ത്യയിലും ചരിത്രത്തിലെ ദുഃഖകരമായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥലങ്ങളുണ്ട്. ജാലിയൻ വാലാബാഗ്, ഭോപ്പാൽ വാതക ദുരന്തത്തിൻ്റെ ഓർമ്മകൾ, സെല്ലുലാർ ജയിൽ, ആൻഡമാൻ. ഇവിടങ്ങളിലെ ഓരോ മതിലിലും ഓരോ കഥയാണ് പറയുന്നത്. ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ചരിത്രത്തോട് ബഹുമാനവും അവിടെ ജീവൻ നഷ്ടമായവരോടുള്ള ആദരവും നമ്മൾ കാണിക്കണം. യാത്ര എന്നത് മനോഹരമായ സ്ഥലങ്ങൾ കാണുക മാത്രമല്ല, മനുഷ്യരാശിയുടെ ചരിത്രം മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതുമാണ്. ഡാർക്ക് ടൂറിസം നമ്മെ ചിന്തിപ്പിക്കുന്നു, സമാധാനത്തിൻ്റെ വില എന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു.